നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം. ഒരു നഴ്സിംഗ് ബിരുദം ഉള്ളവരാണ് നിങ്ങൾ എങ്കിൽ നിങ്ങൾക്കുള്ള ഒരു മികച്ച അവസരമാണ്, ഒരു വമ്പൻ അവസരമാണ് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഒരുക്കുന്നത്. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലും അവരുടെ വിവിധ ആശുപത്രികൾ 19ഓളം വിവിധ ആശുപത്രികളിലുമായിട്ട് 2218 നഴ്സിംഗ് ഓഫീസർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതിലേക്ക് താല്പര്യമുള്ളവർക്ക് 2026 ഓഗസ്റ്റ് 13 വരെ ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനേ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ എലിജിബിൾ ആയുള്ള കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം, അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കട്ടെ. തീർച്ചയായും ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണം. കാരണം ഇതുപോലെ ഒരു അവസരം ഇനി ഉടനെ വരണമെന്നില്ല. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. ഇതിലേക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ വിവിധ ആശുപത്രികളായിട്ടാണ് ഈ ഒഴിവുകൾ. 2218 ഒഴിവുകളാണ് ഇപ്പോൾ പറഞ്ഞത്. അതിൽ വ്യത്യാസം വരാമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓഗസ്റ്റ് 13 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാൻ കഴിയും. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട യോഗ്യത പറയുകയാണെന്നുണ്ടെങ്കിൽ BSc ഓണേഴ്സ് നഴ്സിംഗ്, BSc നഴ്സിംഗ്, പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് ഇതെല്ലാം ഉള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം സ്റ്റേറ്റ് അല്ലെങ്കിൽ നാഷണൽ നഴ്സിംഗ് കൗൺസിലുള്ള നഴ്സ് ആൻഡ് മിഡ്വൈഫ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. അതല്ലെന്നുണ്ടെങ്കിൽ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ്, അതായത് GNM ഡിപ്ലോമ ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അവർക്ക് 2 വർഷത്തെ പ്രവൃത്തി പരിചയം നഴ്സായിട്ട് ഉണ്ടായിരിക്കണം. ഒരു 50 ബെഡെങ്കിലുള്ള ആശുപത്രികളുടെ എക്സ്പീരിയൻസ് ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കാം. ഏജ് കൊണ്ടുള്ള 18 മുതൽ 30 വയസ്സിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. നിങ്ങൾ SC STക്കാരെ കാൻഡിഡേറ്റ് 5 വർഷവും, OBCക്കാർക്ക് 3 വർഷവും, ഡിസബിലിറ്റി ഉള്ള കാൻഡിഡേറ്റ് ആണെങ്കിൽ അവർക്ക് 10 വർഷവും ഉയർന്ന പ്രായപരിധിയിൽ ഇളവ് ലഭിക്കും എന്ന കാര്യം കൂടി പ്രത്യേകം ഓർമ്മിക്കുക. സെലക്ഷന് കമ്പ്യൂട്ടർ ബേസ് ഓൺലൈൻ ടെസ്റ്റ് വഴിയായിരിക്കും. 2 സ്റ്റേജ് ഉണ്ടാവും. അത് നോർസെറ്റ് 1, നോർസെറ്റ് പ്രിലിംസ്, അതുപോലെ നോർസെറ്റ് മെയിൻ എന്നിങ്ങനെ 2 സ്റ്റേജായിട്ടാണ് പരീക്ഷ നടത്താൻ. അത് നഴ്സിംഗ് ഓഫീസർ റിക്രൂട്ട്മെൻറ്റ് ടെസ്റ്റ് എന്നുള്ളതാണ് നോർസെറ്റ് എന്നുള്ളത്. അതിലേക്ക് നോർസെറ്റ് 1 എന്നുള്ള പ്രിലിമിനറി എക്സാമിനേഷൻ, അത് ഒരു എലിമിനേഷൻ റൗണ്ട് പോലെയാണ്. അതിൽ ഫൈനൽ സെലക്ഷൻ അതിൻ്റെ മാർക്ക് കൗണ്ട് ചെയ്യില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സെക്കൻഡ് റൗണ്ടിലേക്ക് കടക്കാൻ വേണ്ടിയുള്ള എലിജിബിലിറ്റി നോക്കാൻ വേണ്ടിയുള്ള ഒരു മാത്രമേ ഉള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് സെപ്റ്റംബർ 12 ആയിരിക്കും നടക്കുക. അതിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് നോർസെറ്റ് സ്റ്റേജ് 2 എക്സാമിനേഷൻ ഉണ്ടാവും. അത് സെപ്റ്റംബർ 30 പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രിലിംസ് എക്സാമിനേഷന് 1.5 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 100 മാർക്കിൻ്റെ ഒരു പരീക്ഷയായിരിക്കും. എന്നാൽ നോർസെറ്റ് 2 എന്നുള്ളത് 3 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന 160 മാർക്കിൻ്റെ ഒരു പരീക്ഷ. നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ശമ്പള സ്കെയിൽ ഇവരുടെ 44,900 മുതൽ 1,42,400 രൂപ എന്ന സ്കെയിലാണ് ശമ്പളം ലഭിക്കുക. തുടക്ക ശമ്പളം തന്നെ 70,000 രൂപ അടുത്ത് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. അതേപോലെ അപേക്ഷാ ഫീസ് കുറച്ച് കൂടുതലാണ്. ജനറലായി ഈ OBC കാൻഡിഡേറ്റ്സൊക്കെ 3000 രൂപയാണ് അപേക്ഷാ ഫീസ്. എന്നാൽ SC STക്കാരായിട്ടുള്ളവർക്കും എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ളവർക്കും 2400 രൂപയാണ്. ഡിസബിലിറ്റി ഉള്ളവരെ മാത്രം ഫീസ് കൊടുക്കുന്ന ഒഴിവാക്കിയിട്ടുണ്ടെന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക. ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി 2026 ഓഗസ്റ്റ് 13 ആണെന്ന കാര്യം മനസ്സിലാക്കുക. വെബ്സൈറ്റ് ഞാൻ പറയാം, www.aims.exams.ac.in എന്നുള്ള സൈറ്റിലാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ അതിന് ലിങ്ക് ഞാൻ കമന്റ് ബോക്സ് കൊടുക്കാം. താല്പര്യമുള്ള നേരിട്ട് ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കാണാം, അപ്ലൈ ചെയ്യാൻ പറ്റും. താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. കാണാം, അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ വിവിധ എയിംസുകളിലായിട്ട് 2218 ഒഴിവുകളുണ്ട്. കേരളത്തിൽ എയിംസ് ഇല്ലെന്നവരെ നമുക്കറിയാം. എങ്കിലും അധികം താമസിയാതെ കേരളത്തിലെ എയിംസ് പിന്നീട് ഭാവിയിൽ കേരളത്തിലെ എയിംസ് വരുന്ന സമയത്ത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കിട്ടി കേരളത്തിന് ജോലി ചെയ്യാനുള്ള അവസരം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ താല്പര്യമുള്ള ഒരു അവസരം പരമാവധി പ്രയോജനപ്പെടുത്തുക. താങ്ക് യു.